നമ്മൾ പല പല സ്ഥലത്ത് ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞ ഒരു ഫ്രേസ് കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഞാൻ കഴിഞ്ഞിടയ്ക്കാണ് ആർട്ട് ഓഫ് ലിവിങ് വെൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കേട്ടത്, വായിച്ചത് ആക്ച്വലി. അപ്പം ആർട്ട് ഓഫ് ലിവിങ്ങും ആർട്ട് ഓഫ് ലിവിങ് വെല്ലിലും ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജീവിക്കുക എന്ന് മാത്രമല്ല, നന്നായിട്ട് ജീവിക്കുക എന്നുള്ളൊരു ഡിഫറൻസ് ആണ് പറയുമ്പോൾ. അപ്പം ചില ആൾക്കാർ സംസാരിക്കുമ്പോഴും ചില ആൾക്കാർ അവർ പ്രസൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടോളണം എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അവർ വരുമ്പോൾ തന്നെ ഒരു റൂമിലേക്ക് കയറി വരിക, അല്ലെങ്കിൽ ഒരു ക്രൗഡിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവനവനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളായിരിക്കാം പറയാൻ തുടങ്ങുമ്പോൾ അവനവനെ പറ്റി ഭയങ്കരമായിട്ട് പോസിറ്റീവും അവരതിന് ചെയ്ത കുറേ കാര്യങ്ങൾ അത് തന്നെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ നമ്മളെപ്പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. ബിക്കോസ് നമ്മളെ ഒരാൾ മനസ്സിലാക്കാണ്ട് നമ്മളെ ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പം ലൈക്കബിൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഹൗ ടു ബി ലൈക്കബിൾ ഇൻ ടേംസ് ഓഫ് ഒരു ക്രൗഡിൽ പോകുമ്പം, അല്ലെങ്കിൽ ഒരു എൻവയൺമെൻറ്റിൽ പോകുമ്പം, ഹൗ ടു ബി നോട്ടിസ്ഡ് ആൻഡ് ബി ലൈക്കബിൾ. അപ്പം ഒരു 8 പോയിന്റ്സ് ആണ്, ഭയങ്കര സിമ്പിൾ, എന്താ പറയുക, പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന 8 പോയിന്റ്സ് ആണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊക്കെ പ്രാക്ടിക്കലി അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. ബട്ട് ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഇൻഡായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ അത് ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ വീട്ടിൽ കുറച്ച് ഡ്രില്ലിംഗ് നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ശബ്ദം ഉണ്ടാവും. മാക്സിമം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാൻ ശ്രമിക്കാം, പക്ഷേ ശബ്ദം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലാത്ത കാരണമാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് കാര്യം, ഭഗവത്ഗീതയിൽ വന്മയ തപസ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതായത് സ്പീക്ക് ലെസ്, ലിസൺ മോർ. നമ്മളെല്ലാവരും സംസാരിക്കാനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ലിസണിങ്. അപ്പം ശരിക്കും നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു കോൺസെപ്റ്റുള്ള ആൾക്കാർ ഒരു റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടി ആയിരിക്കില്ല കേൾക്കുന്നത്. അതായത് ആക്ച്വലി ഇൻട്രസ്റ്റ് എടുത്ത് മറ്റൊരാൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കുക. പറയാൻ കാരണം, എനിക്ക് ആക്ച്വലി പേഴ്സണലി ഞാൻ സംസാരിക്കുമ്പം ആരെങ്കിലും ഇൻട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം. അത് മോസ്റ്റ്ലി ആൾക്കാർക്കായിരിക്കും. ചില ആൾക്കാർ അത് ഇൻട്രപ്റ്റ് ചെയ്യുന്നത് ഒരു ബാഡ് ഇൻറ്റൻഷൻ വെച്ചിട്ടായിരിക്കില്ല, പക്ഷേ അവർക്ക് ജെനുവിൻലി അവർക്ക് മനസ്സിൽ തോന്നിയത് വേഗം പറയാൻ വേണ്ടിയായിരിക്കും. പക്ഷെ എന്താ ഉണ്ടാവുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ആ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ഓഫ് തോട്ട്സ് അത് സ്റ്റോപ്പായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി കേൾക്കരുത്. നമ്മൾ ജെനുവിൻലി പറയുന്ന ആൾ എന്താണോ പറയുന്നത് അത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്പോൺസ് ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കി നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ബേസിക് റെസ്പോൺസ് കൊടുത്താൽ മതി. നമുക്ക് വലിയ അഭിപ്രായം ഒന്നും ഇല്ലെങ്കിൽ അതൊന്നും പറയണ്ട. അപ്പം യൂഷ്വലി ആൾക്കാർ ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറയും, അപ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. അപ്പം നമ്മൾ സംസാരിക്കൽ കുറഞ്ഞാലും നമ്മൾ കേൾക്കുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അത് കൂട്ടണം. അതാണ് ഏറ്റവും വലിയ ഒരു നമ്മുടെ ലൈക്കബിൾ ആവണമെങ്കിൽ ചെയ്യാനുള്ളൊരു കാര്യം. ബിക്കോസ് നമ്മളോട് സംസാരിക്കുന്ന ആൾക്ക് തോന്നണം നമ്മൾ ജെന്യുവൻലി അവരുടെ കാര്യം കേൾക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്, അല്ലാണ്ട് ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നിൽക്കുമല്ല, അല്ലേ? രണ്ടാമത്തെ കാര്യമാണ് മേക്ക് അതേഴ്സ് ഫീൽ ഇമ്പോർട്ടൻറ്റ്. അത് നമ്മളാണെങ്കിലും നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും, നമുക്ക് കുറച്ചുകൂടി അവരോട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. അപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ജെന്യുവൻലി കാര്യം കേട്ടിട്ട് അതിന് നമുക്ക് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ചില ഈവൻറ്റ്സ് ആയിരിക്കും അവർ പറയുന്നത്, അല്ലെങ്കിൽ ചില അവരുടെ പിള്ളേരുടെ ഡീറ്റെയിൽസ് ആയിരിക്കും പറയുന്നത്, ചില ആൾക്കാരുടെ പേരായിരിക്കും പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ടൈം നമ്മൾ അവരോട് മീറ്റ് ചെയ്യുമ്പം അവരോട് ചോദിക്കുക, ഓക്കെ പിള്ളേരുടെ എക്സാം ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നല്ലോ, എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമ്മളത് പറയുമ്പോൾ തന്നെ അവർക്കൊരു ഇത് കിട്ടും. നമ്മൾ ജെന്യുവൻലി അവരുടെ കാര്യം ഓർത്തു. ഇല്ലെങ്കിൽ പിള്ളേർക്ക് ഒരു ഡാൻസ് കോമ്പറ്റീഷനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, എങ്ങനെ പോകുന്നു, ഇല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമുക്ക് ജെന്യുവൻലി അവരുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ വെറുതെ ഗോസിപ്പിനല്ല, നമ്മൾ കെയർ ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് അത് നമ്മൾ കാണിക്കണം. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് അസ്, അല്ലേ? അതായിരുന്നു രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ കൺട്രോൾ യുവർ ഈഗോ. അതായത്
നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ സമ്മതിക്കുക. ഇപ്പം നമ്മൾ ഈഗോ വെച്ചിട്ട് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു അല്ലെങ്കിൽ നിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാണ്ടിരിക്കുക എന്ന് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ഓണസ്റ്റി ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ. അപ്പം ആ ഈഗോ പുറത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലും നമ്മൾ കൊടുക്കണം. അപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മുടെ ആ ഒരു തെറ്റ് നമ്മൾ മനസ്സിലാക്കി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് നമ്മളെ കുറച്ചുകൂടി വിശ്വാസമാവും, അവർ കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും, അവർ കുറച്ചുകൂടി ബിലീവ് ചെയ്യാൻ തുടങ്ങും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ. നാലാമത്തെ കാര്യമാണ് ഞാൻ ഈ വർഷമല്ല കഴിഞ്ഞ വർഷം എടുത്ത ഒരു ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ ആയിരുന്നു, നോ കംപ്ലൈനിങ് അറ്റ് ഓൾ. അതായത് എന്തുണ്ടായാലും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കില്ല. അതായത് നോ ഗോസിപ്പ്, നോ ബ്ലെയിമിങ്, നോ കംപ്ലൈനിങ്. എപ്പോഴും ഒരു സംഭവം നടന്നു ഫൈൻ, അതിൻ്റെ നെക്സ്റ്റ് എന്താണ് എന്ന് ആലോചിച്ചിരിക്കുക. ഇല്ലെങ്കിൽ ഇപ്പം അയ്യോ അത് നടന്നില്ലല്ലോ, അയ്യോ അതങ്ങനെ വിഷമമായല്ലോ, ഇല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് കാര്യം മാത്രം ആലോചിച്ചിരിക്കാണ്ട് ഓക്കെ അത് സംഭവിച്ചു ഇനി അടുത്തത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പം രണ്ടാൾക്കാരെ പറ്റി ഗോസിപ്പ് ചെയ്യുക, ടൈം പാസ് ചെയ്യുക, അതൊന്നും ചെയ്യില്ല എന്ന് ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തായിരുന്നു. കഴിഞ്ഞ വർഷം നന്നായിട്ട് പോയി, ഈ വർഷത്തെ കാര്യം കുറച്ച് ഡൗട്ട്ഫുള്ളാണ്. ബട്ട് നമ്മൾ ഒരു ലൈക്കബിൾ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള മെയിൻ കാര്യമാണ് വി ഷുഡ് നോട്ട് കീപ് കംപ്ലൈനിങ്. ഇപ്പം നമ്മുടെ കൂടെ ഒരാളെപ്പോഴും ഒരു ഫ്രണ്ടാണ്, അവരെപ്പോഴും നമ്മുടെ കൂടെ കൂടുമ്പം എപ്പോഴും വിഷമങ്ങളാണ് പറയുന്നത് അല്ലെങ്കിൽ എപ്പോഴും കംപ്ലയിൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവരുടെ കൂടെ കൂടാൻ വലിയ താല്പര്യം തോന്നും. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാവട്ടെ, എപ്പോഴും വിഷമങ്ങൾ മാത്രമാണ് പറയുന്നത്. അയ്യോ അതായി, എനിക്കിതായി, പ്രശ്നങ്ങളാണ്, വീട്ടിലെ പ്രശ്നമാണ്, ഓഫീസിലെ പ്രശ്നമാണ്, പിള്ളേർ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും. ഇയാൾ എപ്പോഴും ഒരു നെഗറ്റീവ് മാത്രം പറയുന്നൊരു ആളാണ്, നമുക്ക് വലിയ താല്പര്യം തോന്നില്ല അവരുടെ കൂടെ കൂടാൻ വേണ്ടി, അല്ലേ? അങ്ങനെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് ബി കൺസിസ്റ്റൻറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും അത് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യുക. ഇന്നിപ്പം പുതിയൊരു കാര്യം ചെയ്തു, പിന്നെ നാളെ അത് മറന്ന് വേറൊരു കാര്യം ചെയ്യുക, ഇല്ലെങ്കിൽ ഇന്ന് ഫോളോ ചെയ്യുന്ന കാര്യമല്ല നാളെ ചെയ്യുന്നത്, മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് നമ്മളെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എന്താണ്, നമ്മുടെ ശരിക്കുള്ള സെൽഫ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പം ഇപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ ഒരു എങ്ങോട്ടെങ്കിലും എത്താൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ടൈം എത്തുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന സമയത്ത് എത്തണമെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി ആ സമയത്ത് എത്തുക. അപ്പം ആൾക്കാർക്ക് നമ്മളെ വിശ്വാസമായിരിക്കും. ഇപ്പം നമുക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ട്, നമ്മൾ തിരിച്ച് വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുക, ഇല്ലെങ്കിൽ തിരിച്ച് മെസ്സേജ് അയക്കുക. ലൈക്ക് ഡോണ്ട് ഗോസ്റ്റ് ദം, പെട്ടെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് പീപ്പിൾ നീഡ് ടു ട്രസ്റ്റ് യു, അല്ലേ? എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ ആൾക്കാർ വിളിക്കും, മെസ്സേജ് ചെയ്യും, ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറയും, തിരിച്ച് മെസ്സേജ് അയക്കാമെന്ന് പറയും. പക്ഷേ ഐ ഡോണ്ട് നോ, എനിക്ക് ആ ഒരു ഫീലിംഗ് വരില്ല തിരിച്ച് ഫോൺ വിളിക്കണം അല്ലെങ്കിൽ തിരിച്ച് മെസ്സേജ് അയക്കണം എന്നുള്ളൊരു തോന്നൽ വരാത്ത കാരണം ഞാനത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ എനിക്ക് ലോസ്റ്റായി പോയിട്ടുണ്ട്, എൻ്റെ ആ ഒരു ലൈക്ക് ആ ഒരു വാക്ക് പാലിക്കാത്ത കാരണം. ബിക്കോസ് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഞാൻ ചെയ്യാത്ത കാരണം. ഓഫ് കോഴ്സ് ലൈക്ക് ഹ്യൂമൻസ് ആണ്, വി ഓൾ ഹാവ് ഇമോഷൻസ് ആൻഡ് നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈം. അപ്പം അവർ ചെയ്തതിൽ ഒരു കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് വാട്ട് ഐ ഡിഡ് വാസ് നോട്ട് റൈറ്റ്. ആറാമത്തെ കാര്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, സെലിബ്രേറ്റ് അതേഴ്സ്. അതായത് മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു അത് നമ്മൾ ആഘോഷിക്കുക. അതൊരു വലിയൊരു കാര്യമായിട്ട് നമ്മൾ ആഘോഷിക്കുക. അല്ലാണ്ട് നമ്മൾ എപ്പോഴും കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് വെക്കാണ്ടോ അവർക്ക് അവരിന്ന സ്ഥലത്ത് പോയല്ലോ, ഇല്ലെങ്കിൽ അവർ ഇത് ചെയ്തല്ലോ, ഇത് വാങ്ങിച്ചല്ലോ, ഇത് തുടങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാവും. അത് ചെയ്യാണ്ട് മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അതിനെ പറ്റി നമ്മൾ ഒരു നല്ല ഒരു പോസിറ്റീവ് എൻവയൺമെൻറ്റ് വെച്ചിട്ട്, ഇപ്പം ഒരാൾ പുതിയ ബിസിനസ് തുടങ്ങുവാണെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുക, അതെങ്ങനെ തുടങ്ങി, എന്താണ്, എങ്ങനെ പോകുന്നു, എങ്ങനെ റെസ്പോൺസ് ഉണ്ട്, ഹൗ ആർ ദി മാനേജിങ് എന്നൊക്കെ ചോദിച്ച്. അപ്പം അവർക്ക് 2-3 കാര്യങ്ങൾ അതിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അവർ ചെയ്യുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണെന്നും അവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നും അവരുടെ കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടോ എന്നും അവർക്ക് മനസ്സിലാവും. വിച്ച് മീൻസ് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടും, ഇല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരും. 7ാമത്തെ പോയിൻ്റാണ് ബി യൂസ്ഫുൾ. നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? ഇപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ്സ് ഒക്കെ കോപ്പി ചെയ്യാൻ വേണ്ടി തരുന്ന ആൾക്കാർക്ക് നല്ലൊരു ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ഒരുപാട് ആൾക്കാരായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവും. അങ്ങനെ അവർക്ക് ആരെയും വിഷമിക്കുക അല്ലെങ്കിൽ ആരും അവരായിട്ട് ദേഷ്യമായിട്ടിരിക്കില്ല. ബിക്കോസ് അവർ യൂസ്ഫുൾ ആണ്, അവർ ഹെൽപ്ഫുൾ ആണ് വിത്തൗട്ട് എനി ഒരു പ്രോഫിറ്റ്. ബിക്കോസ് നമുക്കൊക്കെ അസൈൻമെൻറ്റ് കോപ്പി ചെയ്യാൻ തരുന്ന ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. അവർ ഏറ്റവും ആദ്യം അവരുടെ അസൈൻമെൻറ്റ് ഫിനിഷ് ചെയ്തു നമുക്ക് കോപ്പി ചെയ്യാൻ തരുവാണ്. സോ അവർക്ക് ഒരു രീതിയിലും ബെനിഫിറ്റ് ഇല്ല. പക്ഷേ അവർ തരുന്നു അവരുടെ ഒരു നല്ല മനസ്സ് കാരണം. അപ്പം നമ്മളിപ്പം സോഷ്യലി നോക്കുവാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അതായത് നമുക്ക്
തിരിച്ചെന്ത് കിട്ടും എന്ന് നോക്കാണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ഇമേജ് ആയിരിക്കും, നല്ല ഒരു സോഷ്യലി നല്ലൊരു സ്റ്റേറ്റസ് ആയിരിക്കും. അപ്പം ഞാൻ അറിയുന്ന ഒരാളുണ്ട്. അവർ ആക്ച്വലി ഞാൻ 2-3 ബർത്ത്ഡേ പാർട്ടീസിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് അവർ, ആക്ച്വലി മോർ ദാൻ ദാറ്റ്. അപ്പം അവർ ഏത് ബർത്ത്ഡേ പാർട്ടിയിൽ പോയാലും ആ ബർത്ത്ഡേ പാർട്ടി അവരുടെയാണ്, അവരുടെ സെലിബ്രേഷൻ ആണ് എന്ന് വിചാരിച്ചിട്ടാണ് അവർ അത്രത്തോളം ഇൻവോൾവ് ആവുന്നത്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് നേച്ചർ. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഓഫ് കോഴ്സ്. അതുകൂടാതെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയും, ഇപ്പം നമ്മുടെ ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ നമുക്കിങ്ങനെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ചാൻസോ ടൈമൊന്നും കിട്ടില്ല. എല്ലാ ഗസ്റ്റിനോട് സംസാരിച്ച് വരുമ്പോൾ അതിനെപ്പറ്റി മറന്നുപോകും. പക്ഷേ ദിസ് ലേഡി ഷീ ആക്ച്വലി റിമൈൻഡ്സ് ഓക്കെ നിങ്ങൾ നിൽക്ക്, ഞാൻ ഫോട്ടോ എടുക്കാം, ഓക്കെ എല്ലാവരും വരൂ എന്ന് പറഞ്ഞിട്ട് ആരുടെ ബർത്ത്ഡേ പാർട്ടിന് ഐ തിങ്ക് അറൗണ്ട് ഒരു 4-5 ബർത്ത്ഡേ പാർട്ടീസ് ഞാൻ പറഞ്ഞു. ഷീസ് വെരി നൈസ്. ബിക്കോസ് ഈ ഫോട്ടോസ് എടുത്തിട്ട് അവർക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. അവർ ഫോട്ടോസ് എടുത്ത് നമുക്ക് സെൻഡ് ചെയ്ത് തരും. സോ ദാറ്റ് ഈസ് എ വെരി സിമ്പിൾ തിങ്. ബട്ട് ഐ നെവർ സീൻ വേറെ ആരും അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐ റെസ്പെക്ട് ഹെർ. ഈവൻ ദോ എൻ്റെ ഒരു ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട് പോലെയല്ല, പക്ഷെ എന്നാലും ആ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുവാണെങ്കിലും നമുക്ക് ആ കാര്യത്തിൽ എന്ത് ബെനിഫിറ്റ് ഉണ്ട് എന്ന് നോക്കിയിട്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വി ഷുഡ് ഡു ഇറ്റ്. അപ്പം നമ്മളെ ആൾക്കാർ മറക്കില്ല. പിന്നെ 8ാമത്തെ കാര്യം, അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഒരുപാട് എഫേർട്ട് ഇല്ലാത്ത കാര്യമാണ് സ്മൈൽ. അതായത് ഞാനിപ്പോൾ നോട്ടീസ് ചെയ്തേ, ഞാൻ എന്ത് ലൈക്ക് കാര്യം ചെയ്യുവാണെങ്കിലും സ്മൈലൊന്നും വരില്ല. ഭയങ്കര ഒരു ഗ്രംപി ഫേസ് ആയിരിക്കും, ഒരു റീസൺ ഇല്ലാണ്ട്. ഇപ്പം തുണി തോരയിടുവാണെങ്കിലും ഭയങ്കര ഒരു സീരിയസ് ഫേസ് ആയിരിക്കും, അതിൻ്റെ ആവശ്യമില്ല. സോ ഞാൻ കോൺഷ്യസ്ലി കൂടുതൽ സ്മൈൽ ചെയ്യാൻ തുടങ്ങി. ആൻഡ് വാട്ട് ഇറ്റ് ഡസ് ഇസ്, നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ നമ്മളെ കാണുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കലി തിരിച്ച് സ്മൈൽ ചെയ്യും. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ മൂഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, അറിയാത്ത ആൾക്കാരാണെങ്കിലും. അത് ദാറ്റ് ഗിവ്സ് ആൾക്കാർക്ക് ഒരു വാംത്ത്, ഒരു സേഫ്റ്റി. ഇപ്പം നമ്മുടെ കൂടെ ഇപ്പം നമ്മളിങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇങ്ങനെ കേൾക്കണേക്കാട്ടും നല്ലത് ഇങ്ങനെ ഒന്ന് സ്മൈൽ ചെയ്ത് കേൾക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഓക്കെ അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്, നമ്മുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് നല്ലതാണെന്ന് കേൾക്കുമ്പം ദേ ഓൾസോ നാച്ചുറലി ഫീൽ കോൺഫിഡൻറ്റ്. അപ്പം ശരിക്കും ബീയിങ് ലൈക്കബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ട്രിക്സ് ആൻഡ് ടിപ്സ് ചെയ്തിട്ടല്ല. ഇപ്പം മജീഷ്യൻ പോലെ ഒരുപാട് ട്രിക്സ് ചെയ്യുന്ന ആൾക്കാരെ ഒരുപാട് ഇഷ്ടപ്പെടും എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല കേട്ടോ. വെരി സിമ്പിൾ. നമ്മൾ നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് മറ്റുള്ളവരെ സേഫ് ആണ് എന്നുള്ളൊരു എന്താ പറയുക ഫീലിംഗ് കൊടുക്കുമ്പോഴാണ് നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് പോലെ സ്മൈൽ മോർ ദാൻ യു തിങ്ക്. അപ്പം ഈ 8 പോയിന്റ്സ് ആയിരുന്നു ഞാനിങ്ങനെ ആലോചിച്ച് എനിക്ക് മനസ്സിലായത്. സോ ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം 100% ഭയങ്കര വ്യത്യാസമായിരിക്കും. പ്ലസ് നമ്മുടെ തന്നെ മൂഡ് കുറച്ച് ലിഫ്റ്റ് ആവും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.